ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സംപ്രേഷണം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പം തമിഴ് മൂവിയാണ് മാമൻ. തമിഴിൽ നിന്നും പുതിയൊരു പാസം മൂവി വന്നിരിക്കുകയാണ്. നമ്മൾ പല പല പാസങ്ങൾ തമിഴിൽ നിന്നും കണ്ടിട്ടുണ്ട്. അച്ഛൻ പാസം, അമ്മ പാസം, പെങ്ങൾ പാസം, ഭാര്യ പാസം, കാമ്പുയ പാസം, അനിയൻ പാസം, അങ്ങനെ ഒരുപാട് പാസങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്രാവശ്യം എന്തായാലും മാമനും മരുമകനും തമ്മിലുള്ള പാസമാണ്, മാമൻ പാസമാണ് ഇപ്രാവശ്യം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം കാണുന്ന കണക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭത്തിലെല്ലാം കണ്ടു ചേർന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ അതിനെക്കുറിച്ച് പരിചയപ്പെടാം. പ്രശാന്ത് പാണ്ഡ്യരാജാണ് ഡയറക്ഷൻ അതുപോലെ തന്നെ തിരക്കഥ കൊടുത്തിട്ടുള്ളത്. എപ്പോഴും സൂര്യയാണ് ഇതിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് സ്റ്റോറി. കാശി നോക്കി കഴിഞ്ഞാൽ സൂരി, ഐശ്വര്യലക്ഷ്മി, സാത്വിക വിജയ് തുടങ്ങിയൊക്കെ പ്രധാനമായിട്ടും കാശിങ് വന്നിട്ടുണ്ട്. അവരെ കൂടെ നമ്മുടെ സൺഡേ കോഴിയിലെ വിശാലിൻ്റെ അച്ഛനായി വന്നിട്ടുള്ള വ്യക്തി, പല പല പടത്തിലുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പടത്തിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിമൽ ഒരു ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. അതിലോട്ട് പുതിയ വരാം. അതുപോലെ തന്നെ ആ ചെറിയ പയ്യൻ, അവൻ്റെ പേരറിയില്ല, നമ്മുടെ മാമൻ്റെ മരുമകനായി വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോറി ലൈൻ നോക്കുകയെങ്കിൽ അതായത് ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി, അതായത് സാഹസികയാണ് ഇതിൽ സൂര്യയുടെ ചേച്ചിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുട്ടികളില്ല 10 വർഷമായിട്ട്. അപ്പോൾ അതിന് എന്താ പറയുക, ഒരുപാട് പരിഹാസങ്ങളും വളക്കാപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെല്ലുമ്പോഴും അപമാനവും കാര്യങ്ങളൊക്കെ ആകുന്നു. അങ്ങനെ ഇരിക്കെ ഒരുപാട് വഴിപാട് ഇടുന്നു. ഭർത്താവ് പറയുന്നു ഇതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ജാതകം ശരിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു ദിവസം ടെസ്റ്റിൽ പോസിറ്റീവ് വരുന്നു. അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അങ്ങനെ മാമൻ ഒരുപാട് തീരുമാനം എടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ കൺസെപ്റ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ നായികയായിട്ട് വന്നിട്ടുള്ള ഇസ്ലാമിക് ഡോക്ടറാണ് ഐശ്വര്യലക്ഷ്മി. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. അതൊക്കെയാണ് നമ്മളത് ട്രെയിലർ കണ്ടാലും വ്യക്തമാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ടീച്ചറായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ മാമൻ പറയുന്നത് മാമനെ പോലെ നടക്കണം, മാമനെ പോലെ ഡ്രസ്സ് ധരിക്കണം, മാമനെ പോലെ പാടണം, മാടണം, മാമനെ പോലെ ചിരിക്കണം, ഈ മാമൻ മകനാണെന്ന് പറയുന്നു. അങ്ങനെ കുട്ടി വലുതാവുന്നു. അപ്പോൾ കൂടുതലായിട്ടും അമ്മയുടെ അടുത്തല്ല കുട്ടിയുള്ളത്, മാമൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ മാമനോടുള്ള ഒരു സ്നേഹം ഫുൾ ടൈം മാമൻ കൊണ്ട് ചെല്ലാം, സ്കൂളിലേക്ക് ആക്കാൻ പോകുന്നു, കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ പരിപാടിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മാമൻ്റെ കൂടെയാണ് കെടുത്തം, അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാരണം സ്റ്റോറി മാമൻ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം മാമൻ മാത്രമാണ് ആ കുട്ടിക്ക് ലോകമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മാമൻ ഒരു ദിവസം കല്യാണം കഴിക്കുന്നു. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവരുടേതായ ലൈഫിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഒരു കുട്ടി ഒരു പ്രോബ്ലമായി മാറുന്നു. അപ്പോൾ സാധാരണയായിട്ട് എന്താ പറയുക, ഫാമിലീസിന് ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരെ ജീവിക്കാൻ വേണ്ടി ഇടയ്ക്ക് എന്തിനാണ് ഈ പയ്യൻ എവിടെ പോകുമ്പോഴും ഈ കുട്ടീൻ്റെ കൂടെ അങ്ങനെ ചിന്താഗതിക്ക് മുന്നോട്ട് പോകുന്നു. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് എന്ത് സംഭവിക്കുന്നതൊക്കെയാണ് ട്രയൽ കണ്ട പോലെ തന്നെ പല പല ഇമോഷണൽസ് ഭാഗങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ടിങ് വൈസ് നോക്കിച്ചാൽ എല്ലാവരും തനിക്ക് കൊടുത്തുള്ള റോളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. എക്സ്പെഷ്യലി ആ കുട്ടി എനിക്ക് നല്ല രീതിയിൽ തന്നെ വർക്കായി. കോമഡി ആണെങ്കിലും പ്രകടനം കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൊള്ളാം. അതുപോലെ തന്നെ സൂര്യയുടെ ഇതിൽ അളിയനായിട്ട് വന്നിട്ടുള്ള വ്യക്തിയുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത പ്രകടനം തന്നെ അദ്ദേഹം ചെയ്തു. അതുപോലെ സാഹസിക വിജയം എടുത്ത് പറയണം. സൂരി, ഐശ്വര്യലക്ഷ്മി എല്ലാവരും ഓക്കെ ലെവൽ തന്നെയാണ് പ്രകടനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് കൊണ്ടുവരുന്ന ചില സമയത്തൊക്കെ കോമഡിയാക്കി കളയുന്ന പല പല ഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ഇമോഷണലി കണ്ടു ചെയ്യുന്ന ഭാഗത്ത് ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഹൈ ലോ ഒരു എന്താ പറയുക, ഒരു ഈസിച്ച് പോലെയാണ്, കയറ്റവും ഇറക്കമായിട്ടാണ് പല പല ഭാഗത്തും പല പല സീൻസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിഞ്ചും പരിപാടിയിലൊക്കെ കളി തന്നെയാണ്. തമിഴ് പടമ്പോൾ അറിയാലോ, പാസം എന്ന് പറയുന്ന സംഭവം മുഖ്യമാണ്. ബിഗിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ മുഖ്യമാണ് പാസം. അപ്പോൾ തിരിച്ചൊരു പാസം എന്ന് പറയുന്ന കൺസെപ്റ്റോട് മുന്നോട്ട് പോകുന്നതാണ് മാമൻ എന്ന് പറയുന്ന പേര്. അപ്പോൾ മാമനും മരുമകനും തമ്മിലുള്ള കൺസെപ്റ്റും സാധാരണ പടത്തിലെ പോലെ തന്നെ ക്ലൈമാക്സ് അടുക്കുമ്പോഴുള്ള പിരിച്ചിലും തമ്മിൽ തല്ലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തും കുറേ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുപ്പിച്ചടുപ്പിച്ച് 2-3 മരണം സംഭവിക്കുന്നു. അതിനിടയ്ക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നാളിൻ്റെ പ്രശ്നം മാമന് ദോഷമാണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് മാമിക്ക് പ്രശ്നമില്ലെന്ന് പറയുന്നു. അതൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രകടനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പാട്ടുകൾ എടുത്ത് പറയണം. പാട്ടുകൾ ചെയ്തിട്ടുള്ള പുതിയൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല വർക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാവുന്ന പാട്ടുകൾ തന്നെയാണ്. നമ്മൾ ആ ട്രെയിലർ കണ്ട പാട്ടാണെങ്കിലും ബാക്കി എല്ലാ പാട്ടുകളും കൊള്ളാമായിരുന്നു കേട്ടോ. ഒട്ടും തന്നെ പാട്ടുകൾക്ക് മോശമായി തോന്നിയില്ല. സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയാണ്. പാട്ടുകൾ കൂടിപ്പോയെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. പടത്തിൻ്റെ ടൈറ്റിലൊരു പാട്ട്, അത് കഴിഞ്ഞ ഒരു ഇമോഷണൽ സമയത്തൊരു പാട്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു പടം തുടങ്ങി 10 മിനിറ്റുള്ളിൽ തന്നെ ഒരു 3 പാട്ട് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് മുന്നോട്ട് പോകുന്നത്. ചില പാട്ടിനൊക്കെ ഭയങ്കര ലെങ്ത്ത് കൂടിയ പോലെ എനിക്ക് തോന്നി. എസ്പെഷ്യലി ടൈറ്റിൽ നടക്കുന്ന പാട്ടൊക്കെ ഒരു രക്ഷയില്ലാതില്ല. നല്ല പാട്ട് തന്നെ, കേട്ടിരിക്കാൻ
ബോറല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഒരു ഓക്കെ ലെവൽ ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വിട്ട് കളയുന്നു. അതുമാത്രമല്ല ഇതിൽ ഫൈറ്റ് വരുന്നുണ്ട്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി 50 പേര് ഇടിച്ചിടുന്നു, 100 പേര് ഇടിച്ചിടുന്ന പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇടിക്കുമ്പോഴുള്ള അത് പ്രേക്ഷകർക്ക് കണ്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗുംസപ്പും പരിപാടിയും കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആ സ്റ്റാർട്ടിങ്ങുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അതിനും ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. അത് കഴിഞ്ഞ് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഭയങ്കര ഗംഭീരമായിട്ട് രീതിയിൽ ബോറടിക്കാൻ തുടങ്ങി. കാരണം റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ള ഫൈറ്റ് സീനും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെ ഒരു മോശമായ രീതിയിലായി തോന്നി. കുറച്ചും അതിൻ്റെ ലെങ്ത്തെങ്കിലും കുറച്ച് കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചെങ്കിലും ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കാമായിരുന്നു. അതായത് നായകൻ നടുക്കിൽ നിൽക്കുന്നു, രണ്ടുപേരും തമ്മിൽ തല്ലുന്നു, നായകൻ തല കുനിക്കുമ്പോൾ അവനിടി ഇങ്ങോട്ട് കൊള്ളുന്നു, അങ്ങോട്ട് കൊള്ളുന്നു. ഇതേ പരിപാടിയൊക്കെ നമ്മൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒരുപാട് ചിത്രങ്ങളിലൊക്കെ ഈ പരിപാടി കണ്ട, എസ്പെഷ്യലി വിജയ് പടങ്ങളിൽ പോലും നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഫൈറ്റ് സീൻ തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നും ഒഴിവാക്കാൻ അതിലെങ്കിൽ കുറച്ച് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതായിരുന്നു. ഇനി പണ്ട് കാര്യമില്ല. പിന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സൂര്യ എന്ന് പറയുന്ന നടൻ നമുക്ക് എല്ലാവർക്കും കോമഡി ചെയ്തുകൊണ്ടിരുന്ന നടനാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ നായകനായിട്ട് എത്തുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് എനിക്ക് തോന്നുന്നു. കാരണം എന്നും ഒരു നായകൻ്റെ സഹനടനായിട്ടും അല്ലെങ്കിൽ കോമഡിയൊക്കെ ചെയ്ത് നടന്നിരുന്ന വ്യക്തി ഒരു പക്ഷേ പെട്ടെന്നൊരു മാറ്റമാണ് കേരള ചേഞ്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നു. ആരുടെ ലൈഫിലാണെങ്കിലും അങ്ങനെ ഒരു മാറ്റം വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഗംഭീരമായിട്ടുള്ള ഒരു നായകൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു തരത്തിലുള്ള ഗംഭീരമായ പ്രകടനം തന്നെ. ചില നടന്മാരൊക്കെ നമുക്ക് ചെയ്താലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇത് കിട്ടില്ല, ഒരു പവർ അല്ലെങ്കിൽ ആ കഥാപാത്രം നമ്മളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ സൂര്യയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു മാറ്റമുണ്ട്. തീർച്ചയായും ആ കഥാപാത്രത്തിൽ തന്നെ നമ്മൾ എത്തിപ്പെടുന്ന നമ്മളെ പല ചിത്രങ്ങളിലും കണ്ടതാണ്. കുട്ടിക്കാളി, അതുപോലെ തന്നെ ഉണ്ണിമോനും സൂര്യ കൂടിയുള്ള ഒരു പടം, അതിൻ്റെ പേര് ഞാൻ മറന്നു. അതുപോലെ പല പടത്തിലും അദ്ദേഹം നായകനായിട്ട് വന്നുള്ളതാണ്. അപ്പോൾ എസ്പെഷ്യലി ആ ഓക്കെ ലെവൽ തന്നെ കിട്ടുന്നുണ്ട്. ചിലവിടെ സന്താനത്തിൻ്റെ പടത്ത് നമ്മൾ ഡബിൾ കണ്ടപ്പോഴും എനിക്ക് എന്താ പറയുക ആ നടനെ ഒരു നായകനായിട്ട് കാണുമ്പോൾ എനിക്ക് സംതൃപ്തി കിട്ടാറില്ല ഏത് പടം കണ്ടാലും. പക്ഷേ തിരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സതീഷ് എന്ന് പറയുന്ന നടനുണ്ട് തമിഴിൽ, നമുക്കെല്ലാവരും നായശേഖർ പോലത്തെ പടങ്ങളൊക്കെ. അപ്പോൾ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയി തോന്നും ആ നടൻ്റെ പ്രകടനങ്ങളാണ്. പക്ഷേ അത് കോമഡി പടങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിന് മാസം പരിപാടി, ആക്ഷനോ ട്വിസ്റ്റ് പരിപാടിയും കാര്യങ്ങളൊന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഇതൊരു വേറെ ആളെ കുറിച്ച് പറഞ്ഞതല്ല, ഞാൻ സൂര്യയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ മാമനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും മാമൻ അനന്തരം തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് മാമൻ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ടൈറിൽ നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് എല്ലാം കൊണ്ടും എന്താ പറയുക ഒരു ഏവറേജ് അനുഭവം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമല്ലാത്ത രീതിയിൽ തന്നെ മാമൻ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ സാധാരണ പടത്തിൽ പോലെ തന്നെ അവസാനമാകുമ്പോൾ ശുഭം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിരിയോട് കൂടി ഇറങ്ങി വരാമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മോശമല്ല, ഒരു ഓക്കെ ലെവൽ ഫീൽ തരുന്ന ഒരു പടം എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. മാമനെ കുറിച്ച് കണ്ടപ്പോൾ അങ്ങനെയാണ് അഭിപ്രായം. തീർച്ചയായിട്ടും വളരെ സെൻറ്റേഴ്സ് വളരെ കുറവിലാണ് മാമനൊക്കെ റിലീസ് ചെയ്തത്. കാരണം നമുക്ക് എല്ലാവർക്കും തുടരുമെന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ ഒരുപാട് മലയാള ചിത്രങ്ങൾ ഈ ആഴ്ച റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ദിവസം ഈ പടം കണ്ടിട്ട് അപ്പോൾ റിവ്യൂ ചെയ്യാൻ ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം തോന്നി. അപ്പോൾ മാമനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഓക്കെ ലെവൽ പടം, ഒരു പടം